പരിസ്ഥിതി ലോല പ്രദേശമായ വയനാടൻ മലനിരകളിൽ കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനങ്ങളോ സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കാതെ നടത്തുന്ന വൻകിട വികസന പദ്ധതികളുടെ ഭയാനകമായ അനന്തരഫലങ്ങളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലുള്ള കല്യാടി മീനാക്ഷി പാലത്തിന് സമീപമുള്ള തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായ വൻ മണ്ണിടിച്ചിലിൽ കേരളത്തെ വീണ്ടും വലിയൊരു ദുരന്തത്തിന്റെ ആശങ്കയിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ടിരുന്ന കൂറ്റൻ മൺകൂന കനത്ത മഴയെ തുടർന്ന് തൊഴിലാളികളുടെയും ഷെഡുകളുടെയും വാഹനങ്ങളുടെയും മുകളിലേക്ക് ഇടിഞ്ഞു വീഴുന്നുണ്ടായ ഈ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 5-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 18ഓളം പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ ആരോപണ പ്രകാരം കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് സ്വാഭാവികമല്ലാത്ത ഈ ദുരന്തത്തിന് കാരണമായതെന്ന്. ആ ഒരു അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും പോലീസും സന്നദ്ധ പ്രവർത്തകരും പിന്നെ NDRF പോലുള്ള പ്രത്യേക സംഘങ്ങളും ഉൾപ്പെടെയുള്ളവർ യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് മന്ത്രിമാരായ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും റവന്യൂ കൃഷി വകുപ്പ് മന്ത്രിമാരോട് അടിയന്തരമായി വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ പരിസ്ഥിതി ലോല പ്രദേശമായ വയനാടൻ മലനിരകളിൽ കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനങ്ങളോ സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കാതെ നടത്തുന്ന വൻകിട വികസന പദ്ധതികളുടെ ഭയാനകമായ അനന്തരഫലങ്ങളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്.